ആദ്യം ശ്രീധർ, എന്താണ് ആരവല്ലിയുടെ സവിശേഷത? ഉത്തരേന്ത്യയുടെ ശ്വാസകോശം എന്നാണ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റിന്റെ പേപ്പറിൽ തന്നെ ആരവല്ലിയെ വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ 100 മീറ്റർ തറനിരപ്പിൽ നിന്ന് 100 മീറ്റർ മുകളിലുള്ള കുന്നുകളെ മാത്രമേ ആരവല്ലി കുന്നുകളായി പരിഗണിക്കൂ. അതിനർത്ഥം 90% ഇപ്പോൾ ആരവല്ലി എന്ന് വിളിക്കുന്ന പ്രദേശങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസിന് പുറത്താവുകയാണ് എന്നുള്ളതാണല്ലോ. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയപ്പെടുന്നു. ഈ ആരവല്ലി മലനിരകൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ വെസ്റ്റേൺ ഗാട്സ്, നമുക്ക് ലൈഫ് ലൈൻ ഓഫ് നമ്മുടെ വെസ്റ്റേൺ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നില്ല. ഇപ്പോൾ കേരളത്തിനായാലും കർണാടകയ്ക്കായാലും മഹാരാഷ്ട്ര, ഗോവയ്ക്കൊക്കെ അതേപോലെ ഒരു ലൈഫ് ലൈനാണ് ഈ ആരവല്ലി മലനിരകൾ. ഒരു 800 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന, അതേപോലെ ഈ 4 സംസ്ഥാനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത് ബാധിക്കുന്ന, പ്രത്യേകിച്ച് ഈ ഡൽഹിയിലെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയണം. കാരണം ഇപ്പോൾ അതിഭയങ്കരമായി പൊല്യൂഷനൊക്കെ ഉള്ള, എയർ ക്വാളിറ്റി അത്രയും മോശമായ ഒരവസ്ഥയിൽ ഈ NCRലുള്ള ഈ ഡൽഹി റിഡ്ജ് എന്ന് പറയുന്നുണ്ട്. അത് NCRനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഈ നാഷണൽ ക്യാപിറ്റൽ റീജിയനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ റിഡ്ജാണ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ ഒന്ന് നോക്കുമ്പോഴത്തേക്കും അവിടുത്തെ ആ താർ ഡെസേർട്ടിൻ്റെ എക്സ്പാൻഷനെ തടഞ്ഞു നിർത്തുന്നത് ഈ മലനിരകളാണ്. അപ്പോൾ ഈ മലനിരകളുടെ 2-3 പ്രാധാന്യങ്ങൾ, ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് ലോകത്ത് തന്നെ ഏറ്റവും പഴക്കമുള്ള മലകളിലൊന്നാണ്. അതിൻ്റെ കണക്ക് പറയുന്നത് ഒരു 600 മില്യൺ വർഷങ്ങളിലാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചു, 600 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള മലനിരകളാണ്. അപ്പോൾ നമ്മൾക്കിന്ന് മൈൻ ചെയ്ത് 4 സിമെൻ്റ് ഉണ്ടാക്കുന്നതിലോ അല്ലെങ്കിൽ ഒരു ടൂറിസത്തിൻ്റെ കുറേ അവിടെ ഒരുപാട് ടൂറിസം ഇമ്പാക്റ്റ് ഉണ്ട്, ഈ ഫാം ഹൗസസും അങ്ങനെയൊക്കെ. ഇവർക്കൊക്കെ വേണ്ടി റോഡ് പണിയാൻ വേണ്ടിയൊക്കെ നമ്മൾ ഇതിനെയൊക്കെ നശിപ്പിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതാണ്. ഇത്രയും പഴക്കമുള്ള, ഇത്രയും പ്രാധാന്യമുള്ള മലനിരകളെയാണ് നശിപ്പിക്കുന്നതെന്നുള്ള നല്ല പ്രാധാന്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡസ്റ്റിൻ്റെയും അവിടുത്തെ ചൂടിൻ്റെയും, പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ നോർത്ത് വെസ്റ്റ് ഇന്ത്യ എക്സ്ട്രീംസിൻ്റെ പ്രദേശമാണ്. ആ എക്സ്ട്രീംസിനെ ഒരു പരിധി വരെ പിടിച്ചു നിർത്തുന്നത്, അതിനെ ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിനകത്ത് ഈ മലനിരകൾക്ക് വലിയ പ്രാധാന്യമാണ്. അതേപോലെയാണ് ജലത്തിൻ്റെ, ഇപ്പോൾ നമുക്ക് രാജസ്ഥാനെ പോലത്തെ ഒരു പ്രദേശത്തെ ജലത്തിൻ്റെ ആവശ്യകതകൾക്ക് നമുക്കറിയാം. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് അടക്കമുള്ള ഒരുപാട് ഫങ്ഷൻസ് ഈ മലനിരകളിലൂടെ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെയാണ് അതിനകത്തുള്ള വൈൽഡ് ലൈഫിൻ്റെയും ബയോഡൈവേഴ്സിറ്റിയുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും ഒക്കെ പ്രാധാന്യം വരുന്നത്. പക്ഷേ ക്രിട്ടിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ഡൽഹിയിലെ AQIനെ കുറിച്ച് സംസാരിക്കുന്നു, രാജസ്ഥാനിലെ ഡെസർട്ടിഫിക്കേഷൻ കൂടുന്നതിനെക്കുറിച്ച്. ഇപ്പോൾ ഹരിയാന വളരെ റിച്ചായിട്ടുള്ള, നല്ല ഹരിതാപമായിട്ടുള്ള, നല്ല പച്ചപ്പുള്ള, ഒരുപാട് കൃഷിയൊക്കെ ഉള്ള പ്രദേശമാണ്. പക്ഷേ ഡെസർട്ടിഫിക്കേഷൻ ഇൻക്രീസ് ചെയ്യാൻ ഇത് എത്രമാത്രം നശിക്കുമോ അത്രമാത്രം ഡെസർട്ടിഫിക്കേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അത് തടയുന്നതും, പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ കിഴക്ക് വശത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻസ് എന്ന് പറയുന്നതിനെ, അതിൻ്റെ ഒരു വ്യവസ്ഥയെ, ആവാസ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതും ഇതിനൊരു വലിയ പങ്കുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ സാധനമല്ല. ഇന്ത്യയിൽ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഈ അരവല്ലി ഹിൽസ്, ഈസ്റ്റേൺ ഹിമാലയൻ റേഞ്ചസ്, ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഹിമാലയൻ റേഞ്ചസ്, നമ്മുടെ വെസ്റ്റേൺ ഗാട്ട്സ്, നമ്മുടെ ഈസ്റ്റേൺ ഗാട്ട്സ്, ഇതൊക്കെ വെറുതെ കുറേ ഇടിച്ചു പറിച്ച് കളഞ്ഞിട്ട് കുറച്ച് മൈൻ ചെയ്ത് കുറച്ച് സിമെൻറ്റും കുറച്ച് ലൈം സ്റ്റോണും ഒക്കെ എടുത്ത് അഡാനിക്കൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വിധാനങ്ങളല്ല ഇത് ഇന്ത്യയെ പിടിച്ചു നിർത്തുന്നതാണ്. ഇതിൽ ഏറ്റവും വലിയ ക്രിട്ടിക്കൽ ഒരു എലമെൻറ്റും കൂടെ ഞാൻ പറയാം. അതിലെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഭക്ഷ്യസുരക്ഷ, നമ്മുടെ ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിലൊക്കെയാണ്. ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ. വെസ്റ്റേൺ ഗാട്ട്സിൽ പോലും അല്ല, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ്. അപ്പോൾ അതിനൊരു പ്രാധാന്യമുണ്ടല്ലോ. ആ ഫുട്ബോളിനെ തന്നെ തകർത്ത് കളയും. ഇപ്പോൾ ഡെസർട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫുട്ബോൾ തകർന്നു പോകും. അപ്പോൾ അത്തരത്തിൽ ഒരു രാജ്യത്തെ സുരക്ഷിതത്വം തന്നെ തകർക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഈ കോർട്ട് ഇപ്പോൾ ഈ ഒരു ഓർഡറിലൂടെ നടപ്പാക്കിയത്. 100 മീറ്ററിന്, ഞാനിതുകൊണ്ട് പറഞ്ഞു നിർത്താം, ഈ ഒരു ഇൻട്രൊഡക്ടറി ആയതുകൊണ്ട് തന്നെ, 100 മീറ്ററിന് താഴെയുള്ള പ്രദേശം അരവല്ലി ആയിട്ട്, അതായത് അതിന് മുകളിൽ മാത്രമേ അരവല്ലി മലകളുള്ളൂ, അല്ലെങ്കിൽ മലനിരകളായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അതെന്തൊരു മണ്ടത്തരമാണെന്ന് ആലോചിച്ച് നോക്കുക. ശാസ്ത്രീയമായി മണ്ടത്തരമാണ്, ഗവർണൻസ് ലെവലിലും മണ്ടത്തരമാണ്. ഇത് ഒരിക്കലും നടപ്പാക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഈ ഇൻഡസ്ട്രിക്ക്, ഇത് മൈൻ ചെയ്യാനുള്ള ഇൻഡസ്ട്രിക്ക് വളരെ സൗകര്യവുമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ പിന്നെ നിയമങ്ങളില്ല, അതിൻ്റെ താഴെ എന്തും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സോൺ അങ്ങനെ പ്രഖ്യാപിക്കുന്നത് തന്നെ
എന്ത് അടിസ്ഥാനത്തിലാണ് മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റിൻ്റെ കമ്മിറ്റിയും ആ കമ്മിറ്റിയെ അംഗീകരിച്ചുകൊണ്ടുള്ള ഈ കോർട്ടും എന്തിന് കോർട്ട് സ്ഥാപിച്ചിട്ടുള്ള അമിക്കസ് ക്യൂറിയുടെ അഭിപ്രായത്തെ തള്ളിക്കൊണ്ടും ഇത് ചെയ്തതിൻ്റെ പിന്നിൽ ചെറിയ കളിയൊന്നും അല്ല എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ശരി.